വെൽക്കം ടു ഹാപ്പി ബേബി ഫിഷിംഗ്. ഗായ്സ്, നമ്മൾ കുറേ നാളായല്ലേ കണ്ടിട്ട്. എനിക്കിപ്പോൾ കമൻറ്റ് ബോക്സ് നിറച്ചും ഫുൾ വീഡിയോ എവിടെ എന്ന് കമൻറ്റ്സ് മാത്രമേ ഉള്ളൂ. എന്തായാലും ഞാൻ കുറച്ച് മടി പിടിച്ച് വരുന്നുണ്ടെന്ന് എനിക്കറിയാം ഫുൾ വീഡിയോ ഇടാൻ. ഇനി എന്തായാലും ഗൈസ് ഞാൻ ഫുൾ വീഡിയോ ഒന്നരാടം ഇടുന്നതായിരിക്കും. എനിക്ക് പ്രതീക്ഷയുണ്ട്, എനിക്ക് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, ഡെയിലി ഫിഷിങ്ങിനും ഉണ്ട്. പക്ഷെ എന്താ ഞാൻ ഫുൾ വീഡിയോ ഇടാത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് രാവിലെ തന്നെ വരാൽ ഫിഷിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. രാവിലെ നേരത്തെ വന്നിട്ടുണ്ട്. നേരത്തെ ഒരു 7:30 ആയിട്ടുള്ളൂ കേട്ടോ. നമ്മൾക്ക് ഈ സമയത്തൊക്കെ വരാൽ പിടിക്കാൻ പറ്റും. നമ്മളിന്നൊരു പുതിയ സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്നലെ ഒരു പുതിയ സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ സ്പോട്ടിലാണ് കേട്ടോ ഗൈസ്. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമായിട്ടോ, ഭയങ്കര നല്ല അടിപൊളി സ്പോട്ടാണ്. പക്ഷെ നമ്മൾ നേരെ നിന്നില്ലെങ്കിൽ പാമ്പ് കടിക്കും. എവിടെയാണെങ്കിലും പാമ്പുണ്ട്. ഇവിടെ പിന്നെ കുറേ മീനൊക്കെ ഉണ്ട് ഗൈസ്. എവിടെ ഹായ് നോക്ക്, താമര കണ്ടോ ഗൈസ്. അപ്പോൾ ഇനി നമ്മൾക്ക് കൂടുതൽ സംസാരിക്കുന്നു വേണ്ട, നമുക്ക് വരാൽ പിടിക്കാം. നമ്മളൊരു 5 വരാൽ പിടിക്കണം എന്നാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞത്. അത് എനിക്ക് ഓർമ്മയുണ്ട്. സോ നമ്മൾ 5 ദിവസത്തിൽ 5 വരാൽ പിടിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഒരു മാസം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 5 വരാൽ പിടിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾക്ക് ആരംഭിച്ചാലോ? അമ്മ, അവിടെ വലുത് നമുക്ക് അവിടെ പോയി പിടിക്കാം. അവിടെ പോയി പിടിക്കാം. ഇതിന്നെ പണി. നമ്മൾ എവിടെയെങ്കിലും ഫിഷിങ് ചെയ്യും. അപ്പം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ അടിക്കും. അപ്പം ഞാൻ അങ്ങോട്ട് പോകും. എന്നിട്ട് അവിടെ നിന്നും കിട്ടില്ല, ഇവിടെ നിന്നും കിട്ടില്ല, അവിടെ നിന്നും കിട്ടില്ല. എന്തൊക്കെയാ ഞാൻ ഈ പറയണേ? അമ്മ വെയിലായിട്ടാ. ഒരു താമര പിടിച്ചാലോ? അല്ല, താമര പറിച്ചാലോ? എന്തുട്ടാണ്ടാ ഇവിടെ വന്നിട്ട് പോയത്? അമ്മ, കണ്ട ഈ വരാൽ തന്നെയാണോ? എനിക്ക് അറിഞ്ഞൂടാ എന്തോ സംഭവം. എൻ്റെ പൊന്നെ, വരാലിൻ്റെ കുട്ടി. ഇങ്ങനത്തെ കുട്ടി, കുഞ്ഞ് നല്ല നാടൻ വരാലിൻ്റെ കുട്ടി. എന്താണിത്? എല്ലാവിടെയും മീനാ. ഇത് ചാടി കടക്കട്ടേട്ടാ. പഠിച്ചോനെ, അയ്യോ, ഒരു പക്ഷി ചത്ത് കിടക്കണ. നമുക്ക് തിരിച്ചു പോവാൻ എനിക്ക് എന്തോ പോലെ തോന്നുന്നു. ശേ, പാവല്ലേ. ഞാനിപ്പോൾ പിടിക്കാം. അയ്യോ, എന്താടാ അവിടെ സംഭവിച്ചേ? പടച്ചോനെ, ഇതിലെങ്കിലും ഒന്ന് കിട്ടണേ. വലുതായിരുന്നോട്ട് എന്തായാലും. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എന്തെങ്കിലും ഒരു മീനുണ്ട് അപ്പം ഇവിടെ കെട്ടുപടം. അതാണ് അതിൻ്റെ ഇത്. പക്ഷെ എന്ത് കഷ്ടമാണ് നോക്കണേ. ഷേടാ, നമ്മളൊരു വരാൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. വലിയ വരാലാണെന്നാണ് എൻ്റെ ഒരു നിഗമനത്തിൽ അതാണ് സത്യം. പക്ഷേ ഉണ്ടല്ലോ, അവൻ അവിടെ നിന്ന് സ്ഥലം വിട്ടോ എന്നൊരു സംശയം. നമുക്കേ അങ്ങോട്ട് പോവാം. ഇതിൽ കൂടെ പോയാൽ അവിടെ എത്തും. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. അപ്പം നമുക്ക് വരാൽ പിടിക്കാം. വരാൽ കിട്ടുമായിരിക്കുമല്ലോ അല്ലേ? നമുക്ക് വലിയ വരാലാണത്. നോക്കി നടന്നിട്ടില്ലെങ്കിൽ പാമ്പ്. എനിക്ക് പാമ്പിനെയാണ് കൂടുതൽ പേടി. നമുക്ക് വന്നിട്ട് നോക്കി നടന്നിട്ടില്ലേ, അപ്പുറത്ത് പോകാം. ഓ മൈ ഗോഷ്, ഇവിടെ കുറച്ച് ടാസ്ക്കാണ്. അതൊക്കെ നമ്മൾക്ക് സിമ്പിൾ പോലെ ചാടി കിടക്കാന്നേ ഉള്ളൂ. അമ്മ, ഓക്കെ. ഇനി നമ്മൾക്ക് പതുക്കെ പോയിട്ടില്ലേ? ഇവിടെ എന്തൊരു സാധനം, എന്തൊക്കെയോ ഉണ്ട്. എനിക്ക് പേടിയാണ്. മിണ്ടാണ്ടിരിക്കേ.
അമ്മ എന്തൊട്ട് മീനാണത്? കരിപ്പിടിയാ. ഇവനാണോ കുറച്ച് നേരമായിട്ട് ഇവിടെ കിടന്ന് തിളയ്ക്കുന്നത്? ചേടാ അമ്മ നോക്ക്, വെയിൽ നോക്ക്, പച്ച കളർ വെള്ളായി. അയ്യോ അയ്യോ അയ്യോ, ഹുക്കപ്പ് കൊടുക്കാൻ മറന്നു, ഹുക്കപ്പ് കൊടുക്കാൻ ഞാൻ മറന്നുപോയി. ജസ്റ്റ് വെയിറ്റ്. ഒരു സ്ട്രൈക്ക് കിട്ടിയതാ, അതാണ് ഞാൻ ഹുക്കപ്പ് കൊടുക്കാനും മറന്നുപോയി. ഏയ് ശരിടാ, 101 സ്ട്രൈക്ക് കിട്ടിയതാ. നിങ്ങൾ കണ്ടല്ലേ? യെസ്, ക്യാമറ ഓണാണ്. എനിക്ക് ഹുക്കപ്പ് കൊടുക്കാൻ പെട്ടെന്ന് മറന്നുപോയി, അതാണ് സംഭവിച്ചത്. സ്വാഭാവികം, എല്ലാവർക്കും ഉണ്ടാവൂല്ലോ അല്ലേ? ഉണ്ടാവണമെന്ന് പറയണം, എന്നാലും എനിക്കൊരു സമാധാനം ആവുള്ളൂ. ഞാൻ എന്തിട്ടീ കാണിക്കണേ? 2 തവണ അവൻ വീണ്ടും തന്നിട്ട് ഞാൻ ഗൈസ്, ഞാൻ ഭയങ്കര ഇതായി വരുന്നുണ്ട്. ഞാൻ വരാലിനെ കണ്ട്, കുഞ്ഞു വരാല്. ഇവനാണ് കുറച്ച് നേരമായിട്ട് നമ്മളിട്ട് കളിപ്പിക്കുന്നത്. ഭയങ്കര കുഞ്ഞതിട്ടാ, ഫ്രോഗിൽ അടിക്കാനുള്ളതൊന്നും ഇല്ല. കണ്ട അവൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഓ മൈ ഗോഷ്, വെരി കുഞ്ഞു വരാല്. നിക്ക് ഇപ്പൊ പിടിക്കട്ടാ. ഞാൻ വരാലിനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞു വരാലാണ്. അവതിൽ അടിക്കുമോയെന്ന് അറിഞ്ഞുകൂടാ. അടിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് കിട്ടൂല. അയ്യേ, ഇവനെന്ത് കണ്ണ് കണ്ടൂടെ? ഈ തവള വരണത് ഇവനിക്ക് കണ്ണ് കാണുന്നില്ലേ പഠിച്ചവനെ? ഇത്ര നല്ല തവള വരണു, അവനിക്ക് കണ്ണ് കാണാണ്ട് അവൻ അവിടെ തന്നെ നിൽക്കണ്. ഗൈസ്, അവൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഒരുത്തൻ ആവശ്യമില്ലാണ്ട് എനിക്ക് പ്രോത്സാഹനം തന്നുകൊണ്ടേയിരിക്കുക. നിൽക്കട്ടോ, അവൻ അവിടെ തന്നെ ഉണ്ട്. എടാ തിന്നടാ. പക്ഷെ എന്ത് കഷ്ടമാണ്, അവൻ്റെ മണ്ടേ കൂടെയാണ് ഞാൻ തവളിട്ട് വലിച്ചത്, എന്നിട്ട് അവനിക്ക് വേണ്ടാന്ന്. അപ്പോൾ ഇത് എൻ്റെ കുഴപ്പം കൊണ്ടാണോ? അല്ല. ആരെങ്കിലും ഒന്ന് വാ. എത്ര നേരമായി ചേച്ചി ഇങ്ങനെ കിടന്ന് ഫ്രോഗ് ഇട്ട് വലിക്കണേ? ഒരുത്തിനെങ്കിലും വന്നോടെ. ഓ മൈ ഗോഷ്, വലിയൊരു ട്രാക്ടർ വരുന്നുണ്ട്. വലുതല്ല കേട്ടോ, കുഞ്ഞത്. എന്ത് കണ്ടാലും വലുത് തന്നെ ഞാൻ പറയല്ലേ. അതെന്താണോ എന്തോ, എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അതങ്ങോട്ട് പോയി. എവിടെ അവൻ? കുഞ്ഞതാ, അതുകൊണ്ട് ഞാൻ വേണം വെച്ച് പിടിക്കാത്തതാണ് കേട്ടോ. അല്ലാണ്ട് നമുക്ക് കിട്ടാത്തൊന്നല്ല സത്യം പറഞ്ഞാൽ. കുഞ്ഞതായതുകൊണ്ട് ഞാൻ വേണം വെച്ച് പിടിക്കാത്തതാണ്. നിങ്ങളത് മനസ്സിലാക്കണം, ഓക്കെ? കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ. വണ്ടി മാറ്റണോ? ഞാൻ വണ്ടി ഒന്ന് മാറ്റട്ടെ. വലിയ ഒരു ഇത് വരുന്നുണ്ട്. വണ്ടി മാറ്റട്ടെ ചേട്ടാ. എനിക്ക് ചേട്ടാ മാറ്റണ്ടാന്ന്. താങ്ക്സ് ചേട്ടാ. ഞാൻ മാറ്റാന്ന് പോയപ്പോൾ ആൾ അതിൽ കൂടി എടുത്ത്. ഓക്കെ ഗൈസ്, കാസ്റ്റ് ചെയ്തിട്ട് 2 സ്ട്രൈക്ക് കിട്ടിയെന്ന് നിങ്ങൾ കണ്ടതാണല്ലോ. ഇപ്പോൾ സമയം ഒരു 9:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇനി കാസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ വൈകുന്നേരം വേറെ സ്പോട്ടിൽ പോവാം, വരാൽ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആവും കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ വീണ്ടും സ്പോട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ വെള്ളമൊക്കെ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടോ, വെള്ളമൊക്കെ നന്നായി കുറഞ്ഞിട്ടുണ്ട്. നമുക്കെന്തായാലും വരാൽ കിട്ടുമെന്ന് നോക്കാം. അല്ലല്ല, കരിപ്പിടിയേ തോന്നുന്നുണ്ട്. നമുക്കെന്തായാലും ഫിഷിങ് ചെയ്യാം. വെള്ളം നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ചൊന്നുമില്ല, കുറച്ചധികം. പക്ഷെ എന്തൊക്കെയോ മീനുണ്ട് അല്ലേ? ഉണ്ട്. ഇന്ന് മീൻ കിട്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് പോവുള്ളൂ, അത് ഉറപ്പാ. രാത്രി എളുപ്പം എടുക്കൂ. ട്രോളല്ലേടാ, ഞാനിപ്പോൾ പിടിച്ച് കാണിച്ചു തരാം.
ആരും പേടിക്കണ്ട, അത് മയില് പീക്കോക്ക്. ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് 2 സ്പോട്ടിൽ പോയിട്ട് നമ്മൾക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. നമ്മൾക്ക് ഒരു 2-3 സ്ട്രൈക്ക് കിട്ടി, അതല്ലാണ്ട് വരാലൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പുതിയൊരു വരാൽ സ്പോട്ട് കണ്ടുപിടിക്കണം. സോ ഗൈസ്, നമ്മൾ നാളെ തന്നെ പുതിയൊരു മയിലില്ലേ, മയിലിൻ്റെ ഇങ്ങനെ കൂവണ സൗണ്ടാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ പുതിയൊരു സ്പോട്ടിൽ നാളെ പോയിട്ട് വരാൽ പിടിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണെന്നൊന്നും അറിയില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വരാൽ ഫിഷിംഗ് മടുത്തെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്തത് ഏത് ഫിഷിംഗ് വേണമെന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.